കറക്കം മലയാളംസ് ഫസ്റ്റ് മ്യൂസിക്കൽ ഹൊറർ കോമഡി. അതെന്താണെന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. സ്റ്റാറിങ് ശ്രീനാഥ് ബാസി, ഷോൺ റോമി, പിന്നെ നമ്മുടെ ഈ മച്ചാനെ എവിടെ കണ്ടു, ഗില്ലാപ്പി ബോയ്സിലുണ്ടായിരുന്ന ആ മച്ചാൻ, പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മച്ചാൻ, പിന്നെ മലയക്കോട്ട വാലിബലിലുണ്ടായിരുന്ന മച്ചാൻ, അങ്ങനെ കുറച്ച് പേരൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട്. സംഭവം ഒരാഴ്ചയ്ക്ക് മുന്നേ എന്തോ ഇറങ്ങിയ ഒരു ടീസറാണ്. 2 ആഴ്ച മുന്നേ ഒരു പാട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ പാട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ടീസർ ഇപ്പോഴാണ് കാണുന്നത്. രണ്ടും ട്രെൻഡിങ്ങിൽ കയറിയ സംഭവങ്ങളാണ്. രണ്ടും 1 മില്യന് മുകളിൽ വ്യൂസൊക്കെ കാണുന്നുണ്ട് യൂട്യൂബിൽ. കറക്കം ടീസർ ഏകദേശം അതിന് 2 വീക്കായിട്ടാ, മറ്റേത് 1 മാസമായി. സോറി. അപ്പോൾ എന്തായാലും 1 മാസം മുന്നേ തിരിച്ചു പോകണം എന്ന് പറഞ്ഞ വീഡിയോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ അത് 1 മാസം മുന്നേ ഇറങ്ങിയാണ്. 1.1 മില്യൺ വ്യൂസ് ഉണ്ട്. അതുപോലെ തന്നെ കറക്കം ടീസറിന് 1.4 മില്യൺ വ്യൂസ് ഉണ്ട്. രണ്ടും ടി സീരീസ് മലയാളം ചാനൽ ഒന്നാണ്. അതാണ് ടി സീരീസ് ഏറ്റവും അറിയപ്പെടുന്ന ലോകത്തെ തന്നെ ചാനലുകളിൽ ഒന്നാണ്. അതിൻ്റെ സബ് ഡിവിഷനാണ് ടി സീരീസ് മലയാളം. അപ്പോൾ 1 മിനിറ്റും 14 സെക്കൻഡുള്ള ഒരു ടീസറാണ് വന്നിരിക്കുന്നത്. ഈ കറക്കം എന്നുള്ള ഈ ഒരു സിനിമയുടെ ടീസർ കണ്ടിട്ട് എനിക്ക് തലകറക്കം വന്ന ഒരു ഫീലിംഗാണ് തോന്നിയത്. കാരണം ഭയങ്കര കളർഫുൾ ഒരു ട്രിപ്പി ടീസർ. അത് ഭയങ്കര ട്രിപ്പി, ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഒരു സാധനം. അതുപോലെ തന്നെ മൊത്തം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് എന്തോ സൈക്കഡലിക് സാധനമാണോ, സൈക്കഡലിക് ഹൊററാണോ എന്നുള്ള സീനൊക്കെയാണ്. എന്തോ ഈ ഇതിലത്തെ പ്രേതങ്ങൾ എന്തോ ഡാൻസ് ഗ്രൂപ്പിൽ നിന്നുള്ള പ്രേതം തോന്നുന്നുണ്ട്. അങ്ങനെ കണ്ടാണ്. ഇവർ ഡാൻസേഴ്സാണ് പ്രേതമായിട്ട് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഡാൻസേഴ്സ് കൊലപ്പെട്ട് വല്ലതും എന്താ പറയുക, അവരെ കൊലപ്പെടുത്തിയിട്ട് അതിന് ശേഷം അവർ പ്രേതമായിട്ട് വന്നിട്ട് ഫുൾ ടൈം ഇവരെ രണ്ടുപേരും മറ്റേ ഹോണ്ട് ചെയ്യുന്ന സീനാണെന്നുണ്ട്. എന്തോ ഡാൻസ് മ്യൂസിക് പ്രേതങ്ങളാണ്. ഇതിനകത്ത് ഡാൻസ് ട്രൂപ്പ് കണ്ടുമാണ് പ്രേതം എന്നുണ്ട്. അങ്ങനെ എന്തോ സെറ്റപ്പാണ്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. മൊത്തത്തിൽ ഒരു ട്രിപ്പി വൈബാണ്. അത് മാത്രമല്ല ഈ കറക്കം എന്ന് പറഞ്ഞ ഫോണ്ട് ശരിക്കും പ്രകമ്പനവും ആവേശത്തിൻ്റെ അതേ ഫോണ്ട് പോലെ തന്നെ തോന്നുന്നുണ്ട്. ഇത് ഇനി ഒരു പർട്ടിക്കുലർ ഫോണ്ടാണ്, ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയും. ഇത് ഇങ്ങനത്തെ ഒരു മലയാളം ഫോണ്ട് പുതിയ ഇറങ്ങിയിട്ടുണ്ട്. കാരണം പല തവണയും ഇപ്പോൾ ഞാൻ ശ്രദ്ധിക്കണത് ഇത് തന്നെ പ്രകമ്പനം എന്ന് എഴുതിയിരിക്കുന്നു ഇതേ ഫോണ്ട് തന്നെയാണെന്നുണ്ട്. അതുപോലെ തന്നെ ആവേശം എന്ന് എഴുതിയത് ഇതേ ഫോണ്ടാണെന്ന് തോന്നുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് ഫീൽ ചെയ്യണം. ഈ ഫോണ്ടിൻ്റെ പിന്നിലുള്ള ആൾ സെയിം ആളാണോ? പിന്നെ ട്രെയിലർ കമ്മിങ് സൂൺ അത് കാണിച്ച അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പണ്ടത്തെ ഒരു വാന്, ഒമിനി പോലത്തെ ഒരു വാൻ ഇങ്ങനെ തുറക്കുമ്പോഴേക്കും ട്രെയിലർ കമ്മിങ് സൂൺ എന്ന് കാണിക്കേണ്ടത്. ഒമിനി അല്ല, എനിക്ക് തോന്നുന്നത് കണ്ടിട്ട് വോക്സ് വാഗൻ ആണെന്നുണ്ട്. വാൻ തുറന്നു കഴിയുമ്പോഴേക്കും ട്രെയിലർ കമ്മിങ് സൂൺ എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ട്രെയിലർ ഇനി എന്നാണ് വരുന്നതെന്ന് അറിയില്ല. പിന്നെ ഇതിനകത്ത് ലീഡ് ആക്ട്രസ് നമ്മുടെ മിന്നൽ മുരളിയിലുള്ള ആളാണ്. പെൺകുട്ടിയുടെ പേരെന്തായിരുന്നു, ഫെമിന ജോർജ്. അപ്പോൾ ആളെ കുറേ നാൾക്ക് ശേഷം കാണാൻ പറ്റി. പിന്നെ DOP ആരാണ്, ബബ്ലു അജു. കോ ഡയറക്ടർ ജിതിൻ CS. എന്തായാലും സ്റ്റോറി ബൈ ധനുഷ് വർഗീസ്. സാധനം വരട്ടെ. സാം CS ആണ് മ്യൂസിക്. അതൊരു ഹൈലൈറ്റ്. ടീസർ കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം വിഷ്വൽ പോലെ തന്നെ സാം CS ആയിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ട്രിപ്പി വൈബാണ് കണ്ടിട്ട് തല ഇറങ്ങി എന്ന് പറഞ്ഞതും നെഗറ്റീവ് രീതിയിലല്ല, നല്ല കളർഫുൾ ആയിട്ട് തോന്നിയുകൊണ്ട് പറഞ്ഞാണ്. ഇങ്ങനെ ഫാസ്റ്റ് കട്ട്സൊക്കെ ആയിട്ടുള്ള ഒരു സാധനം. അപ്പോൾ ബാസിയുടെ പടം കൊണ്ട് പറയാൻ പറ്റില്ല, എന്തായാലും കണ്ടു നോക്കണം. എനിക്ക് ബാസിനെ പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ബാസിയുടെ ഫിലിം ചോയ്സസ് ആർ ക്വസ്റ്റ്യനബിൾ. കാരണം ചില സമയത്ത് ഭയങ്കര നല്ലതായിരിക്കും, ചില സമയത്ത് അസ്ഥാനത്തായിരിക്കും. ഞാൻ കഴിഞ്ഞ കൊല്ലം ബാസിയുടെ 2 പടം കണ്ട്. ഒരു പടം വളരെ ഇഷ്ടപ്പെട്ടു, ഒരു പടം അസഹനീയമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ 2 എക്സ്ട്രീമുകളിലൂടെയാണ് ബാസിയുടെ പടങ്ങളുടെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നണം. ഒന്നെങ്കിൽ കിടലിനായിരിക്കും, അല്ലെങ്കിൽ ആശാൻ്റെ നെഞ്ചത്തായിരിക്കും എന്ന് പറഞ്ഞ പോലെ. അങ്ങനത്തെ ഒരു ഫീലിംഗാണ് എനിക്ക് പേഴ്സണലി കിട്ടാറുള്ളത്. അപ്പോൾ ഞാൻ ഇതെന്തായാലും കണ്ടു നോക്കും. തിയേറ്ററിൽ തന്നെ കാണേണ്ട സ്റ്റഫായിട്ട് തോന്നുന്നുണ്ട്. എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ കണ്ടറിയാം. എഡിറ്റിങ്ങും ക്യാമറ വർക്കൊക്കെ നൈസായിട്ട് തോന്നി. കളറിങ്ങും ഒക്കെ എന്തായാലും വരട്ടെ. ഇത് മലയാളികൾക്ക് അങ്ങനെ ഇഷ്ടപ്പെടുന്ന തരം ഒരു സാധനമല്ല. ഇപ്പോൾ പ്രകമ്പനം എടുത്ത് നോക്കിയാലും, എന്താണ് മറ്റേ ഹലോ മമ്മി എടുത്ത് നോക്കിയാലും, ആവേശം എടുത്ത് നോക്കിയാലും, ഇത്തരത്തിലുള്ള ഹൊറർ കോമഡി മൂവീസ് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സാധനമല്ല. ആവേശമാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും സക്സസ് കണ്ടെത്തിയേക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് പ്രകമ്പനമൊക്കെ നൈസ് പടങ്ങളായിരുന്നു. എനിക്ക് ഹലോ മമ്മി അത്ര ഇഷ്ടപ്പെട്ട പടമല്ല. അപ്പോൾ അത് ഡിഫർ ചെയ്യും. ഞാൻ പറയില്ല, ഓരോരുത്തർക്കും ഓരോ വൈബാണ്, ഓരോ സമയത്തുള്ള സംഭവങ്ങളാണ്. ലിറിക്സ് ബൈ വിനായക് ശശികുമാർ ഇപ്പോഴാണ് നോട്ടീസ് ചെയ്തത്. ലിറിക്സിസ്റ്റ് അവർ മാത്രമല്ല, 1 2 3 4 5 6 വരെ കാണുന്നുണ്ട്. നിങ്ങൾ ഇത് കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് തോന്നി എന്നുള്ള പറയാം. എനിക്ക് സംഭവം നൈസായിട്ട് തോന്നി. ഇതിനകത്ത് റംസാൻ്റെ ഒരു കുറവുണ്ടെന്ന് തോന്നി. കാരണം ഈ ഡാൻസ് ട്രൂപ്പിൽ റംസാനെ കാണാനില്ല. അല്ലെങ്കിൽ ഇനി ഇത് അല്ല, റംസാനല്ല, വേറെ ആരുമാണ്. ശരി, എന്തായാലും എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. കണ്ടിട്ടില്ലെങ്കിൽ പോയി ഒന്ന് കണ്ടു നോക്കിയ. ട്രെയിലർ വരട്ടെ. വരികയാണെങ്കിൽ ഞാൻ കണ്ടിട്ട് അഭിപ്രായം ഇടാം, അല്ലെങ്കിൽ സിനിമ കണ്ടിട്ട് അഭിപ്രായം ഇടാം. ഇപ്പം ചില സിനിമകളുടെ ട്രെയിലർ സിനിമ ഇറങ്ങിയതിന് ശേഷമൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തായാലും അങ്ങനെ ആണെങ്കിൽ അങ്ങനെ. എല്ലാവർക്കും നല്ല ദിവസം നേരുന്നു. ബൈ ബൈ.